മൈക്ക് ഓക്കെ ആണോ? നിറച്ച് പേടി. ഹലോ ചന്ദ്ര, അണ്ണാ എന്നെ കൊണ്ടോ പീടി വന്നെങ്കിൽ അണ്ണാ എന്നെ വിടുവാണാ. ഹലോ 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 വാസുവിന്റെ നെഞ്ചത്ത് ചവിട്ടണമെന്നൊക്കെ പുള്ളി പറയുന്നു. ഉടക്കിട്ട് എന്താ ഉദ്ദേശം പുള്ളിയുടെ? എന്താണ് പ്രശ്നം തെറ്റി? അണ്ണാ വാസുണ്ണാ ഇവരെല്ലാരും കൂടി ചന്ദ്രനെ പിടിച്ചോണ്ടാ. ചോദിക്കണ്ട ഇതാരാ പച്ചമുടി ആരാ? ഹലോ അതറിയില്ല, ആക്ച്വലി അറിയില്ല. ഇവിടെ വന്നു ആദ്യം പറഞ്ഞു ചന്ദ്രന്റെ വലങ്കയാണെന്ന്, പിന്നെ പറഞ്ഞു വാസുവിന്റെ നെഞ്ചത്ത് ചവിട്ടിയാലേ പുള്ളിയെ കൊണ്ടുപോകാൻ പറ്റൂന്ന്. നിങ്ങളുടെ ആരെങ്കിലും ആണോ വാസു? അല്ല പച്ചമുടി ആരാന്ന് പറഞ്ഞു. എനിക്ക് ശബ്ദം മനസ്സിലാവണില്ല. ചോര നീരാക്കണവൻ. പണ്ടത്തെ 2 വർഷം മുമ്പ് ടിവിയിലുണ്ടായിരുന്ന മെമ്പർ. അണ്ടർഗ്രൗണ്ടിലാണ് അണ്ടർഗ്രൗണ്ട്. ഓക്കെ വാസു, ചന്ദ്രൻ പോയോ? പറഞ്ഞു സാറേ, എന്ത് പറ്റി? വാസു, ചന്ദ്രനെതിരെ ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. പ്ലസ് ചന്ദ്രൻ പീഡിക്ക് ഫയർ ചെയ്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ചന്ദ്രനെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു സാർ ചന്ദ്രനെതിരെ കംപ്ലൈന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട് എന്തോ അല്ലേ മെന്നി? ഓക്കെ ഓക്കെ, മെന്നിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, മിന്നിയുടെ പട്ടിക്കുട്ടിയെ വെടിവെച്ചു എന്നൊക്കെയാണ് കംപ്ലൈന്റ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ പുള്ളി പറഞ്ഞ പേര് ഈ ചന്ദ്രൻ എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അത് ചോദിക്കാൻ വേണ്ടി ഓഫീസർ മെന്നിയെ ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അത് ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് പീഡിക്കെതിരായിട്ട് ഇവരൊക്കെ ഫയർ ചെയ്യുക മറ്റുമൊക്കെ ചെയ്തു. അപ്പോ എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറേ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവര് ആക്ച്വലി ഉണ്ടല്ലോ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടുകാരാ, ചുമ്മാ തമാശക്ക് ചെയ്തതാ സാറേ. മെന്നി കുറച്ച് ഡെസ്പ് ആയിരുന്നു ആക്ച്വലി. പുള്ളി റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടാ പോയെ. മാർഷൽ മെന്നി, ഹലോ മാർഷൽ മെന്നി, ഒന്ന് വരണേ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട്. ഞാൻ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ പീഡി തിരക്കി വന്നിരിക്കുന്നത്. മെന്നി എന്തോ കംപ്ലൈന്റ് ഇതാക്കിയതെന്ന് പറഞ്ഞു. മെന്നി, ഞാൻ ഒരു കാര്യം പറയട്ടെ, കേസൊന്നും ഇല്ലെന്ന് എഴുതി കൊടുക്ക്. നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. നീ ഒന്ന് വാ പെട്ടെന്ന്. എന്നാ പിന്നെ മെന്നിയെ ടിവിയിൽ നിന്ന് കിക്ക് ചെയ്യുന്ന അനൗൺസ്മെന്റ് ഇടാൻ പോണേ. എനിക്ക് ഗ്യാങ് ആണ് വലുത്. വീടൊക്കെ നോക്കുവാരേലും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഞാൻ പറയാം. ഇന്നലെ പുള്ളി വാക്ക് കഴിഞ്ഞ് രാവിലത്തെ വോക്ക് കഴിഞ്ഞ് വന്നപ്പം ഇവര് 3 പേര് വീട് അതിക്രമിച്ച് കയറിയിട്ട് പുള്ളിയുടെ പട്ടിയെ കൊന്നു. അതുപോലെ പുള്ളിയെ ബോധം കെടുത്തിയിട്ട് ഹോസ്റ്റൽ എടുത്തു. എന്നിട്ട് ഈ സിറ്റുവേഷൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒരു ഷോ പുള്ളിക്കാരെ ഹോസ്റ്റലായിട്ട് ഒന്ന് പറയോ? ഗെയിം സൗണ്ട് കൂടുതലാണോ? ഈ പുള്ളി സഹോദര, ഒരു മിനിറ്റ്, ഞാൻ ഒരു സാധനം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഒരു സെക്കൻഡ്, ഇപ്പൊ വരാം. ഇപ്പൊ ഓക്കെ ആയോ? എന്നെയാണോ നിങ്ങൾ എന്ത് സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് വിടും. പുള്ളിയാണ് പറഞ്ഞത്. അല്ലല്ല, മെന്നി ഇങ്ങനെ 3 പേര് പറഞ്ഞു. പിന്നെ ചന്ദ്രൻ തന്നെ ആയിരുന്നു. അതങ്ങ് സോൾവ് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പുള്ളിയാണ് പറഞ്ഞ ടി.വി. അല്ലല്ല, പുള്ളി ചന്ദ്രൻ എന്ന പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആളെ തിരിച്ചറിയണമെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് അതിനാണ് വിളിപ്പിച്ചത് ആക്ച്വലി. ഓക്കെ, പുള്ളിയാണോ എന്ന് കൺഫേം ചെയ്യാൻ. സംസാരത്തിന്റെ ഇടയ്ക്ക് ചന്ദ്രൻ എന്ന് പറയണ മാത്രമേ കേട്ടുള്ളൂ. ആളെ കണ്ടാ തിരിച്ചറിയാം എനിക്ക്. അല്ലാതെ നമ്മളിപ്പോ വാറന്റ് ഒന്നും ഇഷ്യൂ കിട്ടില്ല വാസു. പുള്ളിയെ കൊണ്ട് കാണിക്കുക, ചന്ദ്രൻ എന്ന ആളെ കാണിക്കുക, പുള്ളിയാണോ എന്ന് നമുക്കൊന്ന് അത്രേ ഉള്ളൂ. അതിനിടയില് അവിടെ വേറെ എന്തൊക്കെയോ നടന്നു ആക്ച്വലി. അതെന്താ വേറെന്താ നടന്നേ? ഇവന്മാര് ചെയ്ത എന്ത് ഇതാണ് സാർ? എന്റെ കാർ എടുത്തോണ്ട് എന്റെ തലയിലടിച്ച് ബോധം കെടുത്തി എന്റെ പട്ടിയെ കൊന്നു സാർ. എന്റെ പട്ടിയെ അതൊക്കെ വിട്ടത് പിന്നെ നമ്മൾ കൂടുതൽ അറിയാതെ പറ്റിപ്പോയതാണ്. പിന്നെ അതൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ളതാണെന്ന് അറിഞ്ഞൂടല്ലോ. കണ്ടാലേ അറിയോ. എനിക്ക് ചന്ദ്രനൊന്നും കാണണ്ടേ? അതാണ്, അതിനാണ് ഞങ്ങൾ അന്വേഷിച്ച് ചന്ദ്രൻ ഇതാക്കിയത്. അപ്പോ ചന്ദ്രന്റെ കൂടെ ഉള്ള വ്യക്തികള് പുള്ളിയെ കണ്ണയിക്കുകയും ഫയർ ചെയ്യുകയും ചെയ്തു. ഓരോരുത്തരും ഇവിടെ വന്ന് കയറിയപ്പോ ദാറ്റ് ഗ്രീൻ ഹെയർ
പുള്ളിക്കാരൻ ചന്ദ്രന്റെ വലങ്കയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇവിടെ. സത്യം പറഞ്ഞ സാറേ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അവൻ ഗ്യാങ്ങിലേ ഇല്ല. ഇപ്പോഴാണ് നമ്മുടെ ഓഫീസറിനെ കൊണ്ടുപോയി സാറേ. ഓഫീസറിനെ ആര് കൊണ്ടുപോയി? ചന്ദ്രൻ എപ്പോ കൊണ്ടുപോയി? വണ്ടി കയറ്റിക്കൊണ്ട് ചന്ദ്ര എടാ ബ്രഹ്മാണ്ടക്കുണ്ണ, നീ കണ്ടാരൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഞാൻ ഇതിന് മുന്നിൽ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നീ ഇവിടെ കൊണ്ടുവിട്ട വരുന്ന ഇവിടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ പണിക്ക് പോവേ. ആ പട്ടിയെ കൊണ്ടുവിട്ട അവനെ എനിക്ക് ഇഷ്ടമല്ല. അവനെ പിന്നെയാണ് ഞാൻ എന്റെ പേരും കൂടെ വിളിച്ചിട്ടേ ചില വലിച്ചിട്ടേ. നിന്നെ ഞാൻ വലിച്ചൊന്നിട്ടില്ല. ചന്ദ്രൻ കണ്ടാ തിരിച്ചറിയാന്നുള്ളത്. ഞാൻ എന്തിനാണ് ഇപ്പൊ വരുമ്പോ കണ്ടിട്ട് ആവാല്ലെന്ന് പറഞ്ഞാ പോലെ. അല്ല പിന്നെ ഞാൻ ചോദിക്കണെന്ന് പറഞ്ഞാ ഇതൊക്കെ സോൾവ് ആക്ക്, നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ആണാ ശരി ശരി സോൾവ് ആക്കാം. പക്ഷെ ഇതിപ്പോ പീഡിയെ കൊണ്ടുപോകാൻ എന്നെ ചന്ദ്രൻ വന്നാലേ നടക്കുള്ളൂ. ചന്ദ്ര വരും. ചന്ദ്ര ഞാൻ ഇവിടെ 50 വരെ എണ്ണാൻ പോവാണേ. അതിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുക. റെസ്പോൺസ് പോലും ഇല്ലല്ലേടാ പുണ്ടച്ചി. ദേഷ്യം വരില്ല പിന്നെ മനുഷ്യരെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 മാറിപ്പോയി. എന്താ പിന്നെ കേട്ടില്ല. ഞാന് ആരോഗ്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. മിന്നി ഫുള്ളി അണ്ടിഫാക്ടറിയുടെ പുറകെയുള്ള തിരക്കായതുകൊണ്ടേ പല സമയത്തുള്ള ഭക്ഷണം, ജങ്ക് ഫുഡ് ഇതൊക്കെ കാരണമാണ്. ഈ ചിലവന്മാരുണ്ട് വാസോണ്ണ, ചിലവന്മാര് 2 ആഴ്ച ജിമ്മിൽ പോയി ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് കറക്റ്റ് ആഹാരം കഴിക്കും. നമ്മള് കഴിക്കാനെ വിളിച്ചാൽ പറയും ഇല്ല ഇല്ല ഞാൻ ഡയറ്റിലാണ്, സിക്സ് പാക്ക് മറ്റേ ഉണ്ടാക്കണം എന്ന് പറയും. വാസോണ്ണ അങ്ങനെയല്ല, വാസോണ്ണ അങ്ങനെയല്ല. ഹലോ പക്ഷെ ചിലവന്മാരുണ്ട് കൊടവേന സ്വന്തം സാമാനം കണ്ടിട്ട് 5 വർഷമായി, എന്നാലും പറയാം ഹെൽത്തി ആണെന്ന്. മനസ്സിലായോ? അങ്ങനത്തെമാരെയാണ് എനിക്ക് കണ്ണെടുത്ത കണ്ടോ. മറ്റന്മാരെ പിന്നെ നമുക്ക് സഹിക്കാം, ഇവന്മാരെയാണ് നമുക്ക് പറ്റാത്തത്. ചന്ദ്രൻ വന്നാ സാർ? പരാതിയൊന്നുമില്ലല്ലോ. പേരെടുക്കാനുള്ള തുണിയായിട്ട് വരാം. തക്കുടൂന്ന് ഉദ്ദേശിച്ചു നമ്മുടെ പോകാലോ അല്ലേ? പിന്നെ ഹെൽത്തി ഡ്രോണിലിരുന്ന് പോണത് സാറേ ചില്ലറ കഴപ്പല്ല ഗോകു നിനക്ക് കേട്ടാ. ഉറപ്പാണല്ലോ. കീരി ഒരു പേര് കൂടെ പറഞ്ഞില്ലേ, കീരി. ഇതാണ് ഇവിടത്തെ കീരി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെയാണ്. പിന്നെ ചന്ദ്രൻ ഓടിയത് ആർക്ക്? ചന്ദ്രനോ? പോലീസിനെ പേടിച്ച് ഇപ്പൊ പീഡിയുടെ വണ്ടിയുടെ ലോക്ക് കുറച്ചുകൂടി ശക്തമായതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം സാറേ, ആ ചന്ദ്രൻ നമ്മളെ കുടുംബത്തിലുള്ളല്ലേ സാറേ. ചന്ദ്രന് കുടുംബം പോയിട്ട് പീഡിയെ അതാരൊക്കെയാണ്? ഇപ്പൊ കൊണ്ടുപോകും. രണ്ടേ വീട് നടക്കുവാ. ഇപ്പൊ കൊണ്ടുപോകും. ഞാനില്ല സാറേ, ഞാനില്ല. അതെ, മേലോട്ട് പോയപ്പോ ഡിസ്ട്രോയ് ആയി പോയി അറിയാണ്ട്. ആണല്ലേ? നല്ല കാര്യമാടാ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു കേരള വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഡ്രോൺ അങ്ങനെ പൊട്ടാറില്ല, എന്നാലും പൊട്ടി. ഞാനിച്ച് സ്ട്രോങ് ആയോണ്ടായിരിക്കും ചിലപ്പോ. ഇവ മനഃപൂർവ്വം ചെയ്തതാ, സത്യം പറയാലോ. മൈക്കിൽ സൗണ്ട് വീണ്ടും സൗണ്ട് ഫിക്സ് ആയിട്ടില്ല.
വാസവണ്ണ കൊന്നേ. ഒരു കുട്ടി കാണാൻ വന്നേണ്. കുട്ടി വന്നേക്കുന്നു. അയ്യോ അയ്യോ വാസവണ്ണ കൊണ്ടുപോണോ? അയ്യോ എന്തൊരു അതിശയം. കാര്യം ഇവൻ ആ പെണ്ണിനെ നേരെ ഒലിപ്പിച്ചോണ്ടിരുന്നവനാ അവന്ന് പറഞ്ഞിട്ട് പോയത്. എടാ എന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് പൊക്കടാ. മാറാവേ. പതുക്കെ തടവണേ സാറേ വാരിയലിന്റെ അവിടെ നിൽക്കല്ലേ, അവിടെ ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. സാറേ. അയ്യോ തല അവിടെ വെക്കല്ലേ സാറേ. സാറേ എന്തിനാ അവിടെ പിടിക്കണേ? നന്ദിയുണ്ടേ സാറേ, നന്ദി. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കുട്ടി നന്ദിയുണ്ട്. വാസവണ്ണ എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ മൊണ്ടി അല്ലാതെ അവനും ആ ബുദ്ധി ഇല്ലാത്തവനും കൂടെ പോലീസിനെ തട്ടിക്കൊണ്ട് അവരെ വെടിവെച്ച വേറെ മൊണ്ടിയുണ്ട്. അതിപ്പോ നടക്കും. ഇങ്ങോട്ട് വന്നേ മെന്നി, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗെയിം സൗണ്ട് കൂടുതലാണ്. ഗെയിം സൗണ്ട് ഒറ്റ സെക്കൻഡ് മെന്നി, ഗെയിം സൗണ്ട് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാൻ പോണേ. ഇനി ഞങ്ങളുടെ സംസാരം മാത്രമേ ഒരു SFX ഇല്ലേ നിങ്ങൾക്കൊന്നും? പണ്ടത്തെ പോലെ 3-4 ഇരട്ടിയാക്കി SFX വേണ്ട നിങ്ങൾക്കൊന്നും. സിദ്ധിയൊക്കെ കൊണ്ട് ഇപ്പോഴും നോക്കാം. ഹലോ ഹലോ, കേക്കാവോ? കേക്കാം. പറഞ്ഞോ. വാസവണ്ണ ആ എല്ലാം പോവാൻ പോയാണ്. കാശ് വല്ലതും ഉണ്ടേ തന്ന 8 ഇരട്ടിയിൽ തിരിച്ചു തരാം. ഒന്നും വേണ്ട. വന്നോ? ഒന്നും വേണ്ടേ? ഒരു സെക്കൻഡ്. പണ്ട് ഞാൻ തന്ന ഓർമ്മയില്ലേ? ഹലോ കേക്കാവോ? കേക്കാം. പോയാ മെന്നി പണ്ടത്തെ പോലല്ല. പണ്ട് സിറ്റിയില് ഇതൊക്കെ ഇരട്ടിപ്പിക്കാനും പിന്നെ നിന്റെ ചുറ്റും കുറെ പെമ്പിള്ളേർ ഗ്രൈൻഡ് ചെയ്ത് തരാനും ഉള്ളതുകൊണ്ട് പണ്ട് എനിക്ക് മുടക്കിയ തന്നാലും പൈസ തിരിച്ചു കിട്ടും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ പെമ്പിള്ളേരില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ പെമ്പിള്ളേരും ഇല്ല, കഴിവും ഇല്ല, പൈസയും പോവല്ലേ. മനസ്സിലായ? ഒരു സംശയമില്ല. വാസവണ്ണ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് ഫോണില്ലെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ്ഡ്. ഓക്കെ വാസു, വാസു പീഡിക്കെതിരായിട്ട് ഫയർ ചെയ്തിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചന്ദ്രൻ തന്നെ ആളെ കാണിച്ചു തന്നു. തന്നല്ലേ സാർ? അവനൊക്കെ ഊരിക്കണം സാറേ. ലാത്തി ബാക്കിൽ കൂടെ കയറ്റി വായിക്കൂടെ വലിച്ചൂരി എടുക്കണം. സത്യം. കുറച്ച് കൂടുതലല്ലേ? അല്ല, മിനിമം ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് സാറേ. ഓക്കെ, എന്തായാലും PDA ഫയർ ചെയ്തതിന്റെ പേരിൽ ഹെവി ആയിട്ടുള്ള പണിഷ്മെന്റ് പുള്ളിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, 2 പല്ലു അടിച്ചിറക്കിയിട്ട് നീങ്ങനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഗ്രീൻ ഹെയർ അതാണ് പുള്ളിക്ക്. അവൻ കള്ളനാണ്. അവരെയൊക്കെ കൊണ്ടുപോകണം സാറേ. സാറേ ഈ സിറ്റിയിൽ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതായത് എപ്പോ സിറ്റി വന്നാലും ജയിലിനകത്തായിരിക്കണം. അയ്യോ, അത് ഇടാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ പുള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ ഇടാം. സാറേ പോലീസുകാരനെയൊക്കെ തൊട്ട ജീവപര്യന്തം അല്ലേ സാറേ കൊടുക്കട്ടെ? സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലാണ് വേണ്ട സാറേ. അതും വേറൊരു സത്യമാണ്. ഇവനെയൊക്കെ എന്തിനു വെച്ചോണ്ടിരിക്കണം? കണ്ടില്ലേ ഞങ്ങളിപ്പോ നോക്കുകയാണ് അങ്ങനത്തെ ഒരു സെക്ഷൻ ഇറക്കാൻ വേണ്ടി നോക്കുകയാണ് സാറേ. കാരണം കുറെ പേർക്ക് അങ്ങനെ പ്രശ്നമാണ് സാറേ. കുറെ പേർക്ക് വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ത്രെറ്റ് ടു നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മറ്റേ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത് അങ്ങ് തൂക്കിക്കൊന്നാലോ എന്ന് ആലോചിക്കുകയാണ്. നല്ല കാര്യം. അപ്പൊ ടിവിയിൽ 8 മെമ്പേഴ്സ് ഇല്ല. പുതിയ ആൾക്കാരെ നോക്കേണ്ടി വരും. അത് നല്ല നിയമമാണ്. കാരണം ഇന്നലെ ഒരു 10-30 ഉണ്ടായിരുന്നു സാറേ, പക്ഷെ കിട്ടിയില്ല. അവന്മാര് സിറ്റി വിട്ടു. ആണല്ലേ സാറേ? അത് വേറൊരു കാര്യമുണ്ട് സാറേ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ എന്റെ അത്രയുള്ള മെന്നി എനിക്കാണെങ്കിൽ ഇപ്പൊ ഇവനെ കയറി പിടിക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ ഈ നെഞ്ച് കയറ്റിന് നേരെ കയറി പിടിക്കാം. പക്ഷെ ഈ കൊച്ചു പിള്ളേരെന്ന് പറയുമ്പോണ്ടല്ലോ സാറേ, അവര് ഈ വിഴകിയൊക്കെ പൊക്കളയും, ഇളകി കൂടെ വിഴകി അങ്ങ് പൊക്കളയും. അതാണ് പ്രശ്നം. അത് എനിക്കറിയാം. അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്ത് ഞാനിവിടെ നിന്ന് ഇന്നലെ അമ്പത്തൂരിനെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതൊരു സിറ്റിസനായാലും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ഒരു പ്രശ്നം അറിഞ്ഞില്ലേ? 10-12 ഓഫീസേഴ്സിനെ കുറച്ച് അവർ ഇൻജോർഡ് ആക്കിയായിരുന്നു. പക്ഷെ ഓഫീസേഴ്സ് എല്ലാം തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവര് നാടുവിട്ടു. പഴയ സുഖമൊന്നുമില്ലേ? ഇത് അതങ്ങനെയാണ്. പണ്ടേ എങ്ങനെയാണ് സാറേ? അത് ആളില്ലാത്തപ്പം ഇപ്പൊ അടിക്കും സാറേ. എക്സാമ്പിൾ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോ ചില പട്ടികൾ ഇങ്ങോട്ട് കുരയ്ക്കണം കണ്ടിട്ടില്ലേ? പക്ഷെ നമ്മള് വണ്ടി നിർത്തുമ്പോ പേടിച്ചോടും സാറേ. ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ എന്നെ വിളിച്ച് അവിടെ നിർത്തിയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്ക് ഈ പുറകിക്കൂടുള്ള പരിപാടിയില്ലേ, എന്നെ ഷൂട്ട് ഡൗൺ ചെയ്തു. ബാലാ, നിനക്ക് മാത്രമേ അത് വൃത്തിയായിട്ട് തോന്നുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ സ്ട്രെയിറ്റാ സാറേ, എനിക്കതൊക്കെ വൃത്തിയാടാ. അപ്പൊ ഇന്നലെ അത് ഒന്ന് ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അവർക്കെതിരായിട്ട് കംപ്ലീറ്റ് ടീമിന്. വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കും. സിറ്റിയിൽ ഉപദ്രവിക്കുന്നവന്മാരെയൊക്കെ കൊണ്ടുപോകണം സാറേ. പിന്നെ നമുക്ക് മര്യാദ നിൽക്കട്ടെ.
പോരെ മാത്രമേ ഉള്ളൂ സാറേ. സംസാരിക്കുക, ടോക്ക് ചെയ്യുക. നിങ്ങൾക്ക് സംസാരിക്കാനല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്നേ. സംസാരിക്കാൻ എന്താ കുഴപ്പം? അതെ 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 അതെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പാലാറ്റോല് ടാരിഫ് കൂട്ടുന്നതിനെ പറ്റി സംസാരിച്ചാലോ? എന്തിനാണ് ടാരിഫ് ഇത്രയും കൂട്ടുന്നത്? മെന്നി എന്താ ടാരിഫ് ഒരു 50% ടാരിഫ് എപ്പോഴും കൂട്ടുന്നുണ്ട്. അതിനെ പറ്റി അണ്ണാ ഇതൊക്കെ ഉണ്ടണ്ണാ. ഇങ്ങോട്ട് നോക്കിയേ. ഇതേറ്റി ലുക്ക് കൂടിയാവും ഇത്. ഇപ്പൊ മറ്റേ പണ്ടത്തെ പോലെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട പുറത്തിറങ്ങും. നിന്റെ മുഖം ഇപ്പൊ കാണാൻ പൂച്ചയുടെ ചന്തി പോലുണ്ട്. ഇപ്പൊ ശരിയായോ? ഇപ്പൊ ഓക്കെ. അത് പറ. അത് ഈ സൺസ്ക്രീന് കൂടുതൽ ഇടുന്നോണ്ടുള്ള പ്രശ്നമാണ്. അക്സെപ്റ്റ് പോലും ചെയ്യാമല്ല, ആൾക്കാർ കെട്ടി എറിയും. അണ്ണ കൂടുതൽ പറയല മറ്റേ ചക്കരമുത്തിലെ ദിലീപിനെ പോലിരുന്നാണ് കുറച്ച് മുമ്പ്. സെയിം ലുക്കായിരുന്നു കറക്റ്റ്. അതൊരു സത്യമാണ് കേട്ടാ. ഞാൻ പിന്നെ ഹൈഡ്രാഫേഷ്യൽ ഓണത്തിന് ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ. ഹൈഡ്രാഫേഷ്യലൊക്കെ ചെയ്തൊക്കെ സുന്ദരനായി. ഓ അതൊക്കെ ചെയ്ത് മുഖമൊക്കെ പൊള്ളി പോയിട്ടുണ്ടെന്ന കഥ കേട്ടോ. ഇത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സലൂണിൽ നമ്മൾ പോയി ചെയ്തത്. ആണല്ലേ? പിന്നെ ടർഫ് കോളിങ് എന്നാന്ന് വല്ലതും അറിയോ? ഇന്നാണോ? 11 11 മണിക്കാണെന്നാ പറയണേ.